നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇതുപോലെ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഓൺ ആവുകയും വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഓഫ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഒന്ന് ഫോൺ ഇതുപോലെ റേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഓൺ ആകുന്നത് കാണാം. അതായത് നമുക്ക് ഈ പവർ ബട്ടൺ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ ഓണായി കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മുടെ ഫോണിൻ്റെ പവർ ബട്ടൺ കംപ്ലൈൻ്റ് ആയാലും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് തവണ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് പവർ ബട്ടൺ കേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ പവർ ബട്ടൺ ഉപയോഗിക്കാതെ തന്നെ 2 തവണ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ ഓൺ ആകാനും 2 തവണ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ ഓഫ് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ചെറുതായി റേസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകമായിട്ടൊരു ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഓപ്ഷൻ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഒരുവിധം എല്ലാ ബ്രാൻഡുകളുടെയും ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ തന്നെ ഈ വീഡിയോയിൽ 2 ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. രണ്ടിലും സെയിം ആണ് ഓപ്ഷൻ കാണുന്നത്. അപ്പോൾ ഇത് ആൻഡ്രോയിഡിൻ്റെ OSൽ തന്നെ ഉള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഡബിൾ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ സ്പെല്ലിംഗ് കാണാം നിങ്ങൾക്ക്. ഡബിൾ എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് ടു സ്ക്രീൻ ഓഫ് ഓൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഡബിൾ ടാപ്പ് ടു സ്ക്രീൻ ഓഫ് ഓൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇവിടെ താഴെ ഗെറ്റ് ഇറ്റ് എന്ന് ചില ഫോണിൽ കാണിക്കും, ചിലതിൽ അത് ഓൺ ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ സാധാരണയായിട്ട് ഇതുപോലെയാണല്ലോ സ്ക്രീന് ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് ഇതുപോലെ സ്ക്രീനിൽ 2 തവണ ടാപ്പ് ചെയ്താൽ സ്ക്രീന് ഓൺ ആകും. അതുപോലെ തന്നെ നമ്മൾ 2 തവണ ടാപ്പ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ഓഫ് ആകുന്നതാണ്. ഇനി ഈ സെൻസറൊക്കെ കംപ്ലൈൻ്റ് ആയ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യില്ല. അങ്ങനെയുള്ളവർക്ക് ഞാൻ മറ്റൊരു ഓപ്ഷൻ പറഞ്ഞു തരാം. നിങ്ങൾ സെറ്റിംഗ്സ് എടുത്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ റേസ് എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ സ്പെല്ലിംഗ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ റേസ് എന്ന് സെർച്ച് ചെയ്താൽ റേസ് ടു വേക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനകത്ത് റേസ് ടു വേക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്യുക. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഇനി നമ്മൾ ഡിസ്പ്ലേ ഒന്ന് ഓഫ് ആക്കുന്ന സമയത്ത് ഞാനൊന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇതുപോലെ നമ്മളൊന്ന് അനക്കി കൊടുത്താൽ മതി. അപ്പോൾ സ്ക്രീൻ ഓൺ ആകുന്നതാണ്. ഇതുപോലെ ജസ്റ്റ് അനക്കിയാൽ തന്നെ നമുക്ക് സ്ക്രീൻ ഓൺ ആയി കിട്ടും. നല്ല പവറിലാക്കണ്ട, ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ തന്നെ സ്ക്രീൻ ഓൺ ആയിക്കോളും. ഇനി ഇത് പഴയൊരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോണിലും ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഞാൻ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നേരത്തേത്തതുപോലെ തന്നെ ഡബിൾ എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഓപ്ഷൻ കാണാം. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് നേരത്തേത്തെ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷനും ഇതിലുണ്ട്. അതിനായിട്ട് നേരത്തെ സെർച്ച് ചെയ്തതുപോലെ തന്നെ റേസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റേസ് ടു വേക്കിൻ്റെ ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. അത് ഓൺ ചെയ്തിട്ട് അതിനകത്തെ ബട്ടൺ ജസ്റ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇതിലും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.